തിരിച്ചെത്തുന്നു. ഗ്രാമീണ ജീവിതം മുഷിപ്പനാണോ എന്ന ചോദ്യം പട്ടണത്തിൽ നിന്നും ഉയരുന്നു. ഗ്രാമീണ സൗഭാഗ്യങ്ങൾ ഉയർത്തിക്കാട്ടി കവി അതിന് സൗമ്യമായ മറുപടി കൊടുക്കുന്നു. പട്ടണമോടിക്കിതച്ചന്റെ വാതിലിൽ വന്നുമുട്ടി വാത്സല്യത്തോടെ കുശലം ചോദിക്കുന്നു. അടുത്തൂൺ പറ്റി സ്വന്തം ഗ്രാമത്തിലൊരു മാസം മടുപ്പൻ വൈചിത്ര്യരാഹിത്യത്തിലുയർത്തോനെ. ഇച്ചാരുകസേലയിൽ ഭൂതകാലാഹ്ലാദത്തിനുച്ഛിഷ്ടം നുണഞ്ഞുകൊണ്ടിരിക്കും പാവത്താണി. മതിയായില്ലേ നിനക്കേകാന്ത നിദ്രാണത്വം? ഗതിമുട്ടിയ ഞാനൊരുത്തരം കണ്ടെത്തും. മുറ്റത്തു വർഷം തോറും വിടർന്നു വാടാറുള്ള മുക്കുറ്റിപ്പൂവിനിതളെത്രയെന്നറിയാതെ 59 വർഷം കടന്നുപോയെന്നുള്ളൊരമ്പരപ്പാണി മുഹൂർത്തത്തിലെന്നന്തർഭാവം. പറവൂ നിസ്സന്ദേഹമിന്നു ഞാൻ മുക്കുറ്റിപ്പൂ കരളിൽ തുടുപ്പോലും അഞ്ചിതളുകളത്രേ. പിന്നെയും മാസം 2 നീങ്ങവേ സുവിനീതമെന്നാത്മസദനത്തിൽ സുപ്രഭാതത്തോടൊപ്പം ജിപ്പിൽ വന്നിറങ്ങുന്നു നഗരം. വീണ്ടും കാതിൽ കേൾപ്പു ഞാൻ, ഇപ്പോൾ എന്തു ചെയ്യൂ നീ ജീവാത്മാവേ? 3 മാസമായല്ലോ ഗ്രാമജീവിതത്തിന്റെ മൂകവേദനയിങ്കൽ നീ മുങ്ങിക്കിടക്കുന്നു. മടുത്തില്ലയോ നിനക്കേകദാനത? ഞാനോ മനസ്സിൽ പരക്കം പാഞ്ഞൊടുവിൽ പറയുന്നു. മുക്തകണ്ഠം ഞാനിന്ന് ഘോഷിപ്പൂ നിസ്സന്ദേഹം. മുറ്റത്തെ നിലപ്പനപ്പൂവിനാറിതളത്രേ. മുക്തകണ്ഠം ഞാനിന്നു ഘോഷിപ്പൂ നിസ്സന്ദേഹം. മുറ്റത്തെ നിലപ്പനപ്പൂവിനാറിതളത്രേ. കടലിന്റെ വക്കത്തൊരു വീട് എന്ന പാഠത്തിൽ മാധവിക്കുട്ടി പ്രസാദാത്മകമായ ജീവിത വീക്ഷണം മനുഷ്യ ജീവിതത്തിൽ വരുത്തുന്ന അത്ഭുതകരമായ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. പിടിച്ച് ചോദിച്ചു, നിങ്ങൾ എനിക്കിതിൻ്റെ കഥ പറഞ്ഞു തരുമോ? അപ്പോൾ എനിക്കുണ്ടായ സന്തോഷം. ആദ്യമായിട്ടാണ് ഒരു കുട്ടി എന്നോട് അത്ര സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. ഞാൻ ഇട്ടിരുന്ന കുപ്പായം വില കുറഞ്ഞതും കീറിയതുമായിരുന്നു. ഞാൻ മുടി ചീകിയിട്ടില്ല, ഷേവ് ചെയ്തിട്ടില്ല. എന്നിട്ടും ഒരു ഇംഗ്ലീഷ് സിനിമയുടെ കഥ പറഞ്ഞു കൊടുക്കുവാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയല്ലോ. അനുജന്റെ കീശയിൽ നിന്ന് ഒരു ചോക്ലേറ്റ് പാക്കറ്റ് എടുത്ത് അവൾ പൊളിച്ചു. എനിക്കും തന്നു. മരിക്കാൻ പോകുന്ന എനിക്കാണ് അവൾ ചോക്ലേറ്റ് സൽക്കരിക്കുന്നതെന്നോർത്തപ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ ചോദിച്ചു, നിങ്ങൾ ഇനി എപ്പോഴാണ് സിനിമയ്ക്ക് വരിക? അടുത്തയാഴ്ച വരുമോ? എന്താ വരാൻ കഴിയില്ലേ? ഞാൻ പറഞ്ഞു, അമ്മ സമ്മതിച്ചാൽ വരും. അന്ന് രാത്രി ഞാൻ വിഷം കുടിച്ചു മരിച്ചില്ല. ടി പത്മനാഭന്റെ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന കഥയിലെ ചില ഭാഗങ്ങളാണിത്. മരിക്കാൻ തീരുമാനിച്ചുറച്ച് അവസാനമായി സിനിമയ്ക്ക് പോയ മനുഷ്യനെ ജീവിതത്തിലേക്ക് കുറച്ച് നല്ല വാക്കുകളിലൂടെ തിരിച്ചു കൊണ്ടുവരികയാണ് ആ ചെറിയ പെൺകുട്ടി. സ്വയം ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം പ്രകാശപൂർണമാകുന്നത്. കടലിൻ്റെ വക്കത്തൊരു വീട് എന്ന ചെറുകഥയിലെ ചെറുപ്പക്കാരനും ഇതുതന്നെയാണ് ചെയ്തത്. നിരാശയിൽ മുഴുകി തെരുവിൽ ജീവിക്കുന്ന അറുമുഖന്റെ ഭാര്യയ്ക്ക് മനസ്സിൽ പ്രകാശം ചൊരിഞ്ഞു കൊടുക്കുകയാണ് അനാഥനായ ആ ചെറുപ്പക്കാരൻ. കടലിൻ്റെ വക്കത്ത് താമസിക്കാനും ഭാഗ്യം വേണം, പാട്ട് കേട്ടുണരാനും ഭാഗ്യം വേണം തുടങ്ങിയ അയാളുടെ വാക്കുകൾ ജീവിതത്തിൻ്റെ പ്രസാദപൂർണമായ വശം അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അവൾ ജീവിതത്തെ നോക്കി പുഞ്ചിരിക്കുന്നു.
സ്വയം ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം സഫലമാകുന്നത്. മനുഷ്യർ എത്ര ഉയരങ്ങളിലെത്തിയാലും ജന്മനാടിന്റെ സ്വാധീനം എന്നും അവനിലുണ്ടായിരിക്കും. ദേശപ്പെരുമ എന്ന യൂണിറ്റിൽ പൊന്നാനി, തട്ടകം, കടമനിട്ട, ഉരുളിക്കുന്നത്തിന്റെ ലുത്തീനിയ എന്നീ 4 പാഠഭാഗങ്ങളാണ് ഉള്ളത്. ദേശപ്പെരുമ എന്ന യൂണിറ്റിൽ പൊന്നാനി എന്ന പാഠത്തിൽ നമ്പൂതിരി സ്വന്തം ദേശമായ പൊന്നാനിയെ വരകളിലൂടെ ആവിഷ്കരിക്കുന്നു. ശ്രീ കോവിലൻ തട്ടകം എന്ന പ്രസിദ്ധമായ നോവലിലൂടെ കണ്ടാണച്ചേരി എന്ന തന്റെ നാടിന്റെ 600 വർഷത്തെ ചരിത്രം അവതരിപ്പിക്കുന്നു. കടമനിട്ട എന്ന കവിതയിൽ ഒരു സഞ്ചാരിയുടെ കൗതുകത്തോടെ ഗ്രാമീണ കാഴ്ചകൾ നോക്കിക്കാണുന്ന കടമനിട്ടയെ നമ്മൾ കാണുന്നു. നെല്ലിൻ കണ്ടു മണക്കും വഴികൾ, എല്ലിൻ നാമ്പു കുരുക്കും വയലുകൾ, എണ്ണം തെറ്റിയ ഓർമ്മകൾ വീണ്ടും. കുന്നിൻ ചരുവിൽ മാവിൻ കൊമ്പിൽ ഉണ്ണികളായി ഉറങ്ങിയെണീക്കെ താമരമൊട്ടുകൾ താൻ തോന്നിത്തം കാട്ടി. കൽപ്പടവാകയിടിഞ്ഞു പൊളിഞ്ഞ കുളത്തിൻ കടവിൽ തള്ളത്തവളകൾ നാമം ചൊല്ലി കല്ലിനടിയിൽ കാലും നീട്ടിയിരിക്കും നേരം. എണ്ണ നിറച്ചൊരു കിണ്ണവുമായി തോട്ടുമുടുത്തു കുളിക്കാനെത്തിയ പുലരിയെ നോക്കി പുൽക്കൊടി നോക്കി പൂക്കളെ നുള്ളിയുണർത്തി പുന്നിലിറങ്ങിയ കുശമുനയൂരി പല്ലിട കുത്തി മണത്ത കുശുമ്പു നിനച്ച കുറുമ്പു നടിച്ച് കുളക്കോഴിപ്പിടയാടയുരിഞ്ഞു പിടഞ്ഞ് പടിഞ്ഞാട്ടോടിപ്പോവതു നോക്കി നടന്നു ഞാൻ. മുള്ളിലുടക്കിപ്പോറിയ കണ്ണുകൾ മുമ്പേ പോയ വഴിച്ചാലുകളിൽ ചേറി പാഴ്മുള പൊട്ടാൻ വെമ്പും ചേറാടി ചെറുമണികൾ പെറുക്കി ഉള്ളിലെ ഓലത്തുഞ്ചത്തൂഞ്ഞാലാടും കുരുവിക്കൂട്ടിൽ കൊക്കു വിളർത്തി പൂട വിരുത്തിയിരിക്കും കിളിയുടെ വായിൽ വായ്ക്കരിയിട്ടു കൊടുത്തു നടന്നു ഞാൻ. ഓളെ ഞാലിക്കിളിയുടെ വാലിൽ 9 ശീലക്കൊടികളുകെട്ടി ഓലക്കുടയുടെ കീഴിൽ ചുവടു ചവിട്ടി വെള്ളം ചെപ്പി ബഹളം കൂട്ടി നടന്ന കാലം ഓർക്കാ കഥയുടെ ശീലുകളായത് ഓർത്തു കുനിഞ്ഞു നടന്നു ഞാൻ. കാവിൽ നോൻപിന് കണ്ടത്തിങ്കര കാലേ കൈതച്ചെടിയുടെ മറവിലിറങ്ങി തെച്ചിപ്പൂക്കുലയില കൊത്തിയറുത്തു നിറച്ചു നിവർന്നവൾ കണ്ണിൽ കരടു കുരുങ്ങിയതിന്നു തിരുമ്മി തലമുടി മണമെൻ മൂക്കിനെറിഞ്ഞു മുറിഞ്ഞു നെഞ്ചത്തഞ്ചാറല്ലി ഉറുവിനു പച്ചില ആടുകടിച്ചതിലത്ഭുതമിന്നോ. കളഭം തൊട്ടു കരിക്കു നിവേദിച്ചമ്പലമുറ്റത്തമ്പിളി ആരോ അപരാധങ്ങൾ പറഞ്ഞു നടന്നത് മാനക്കേടായി നാണക്കേടായി. ഓഹോ ഓർമ്മകൾ മൂത്തു നരച്ചു മുതുകിൽ കൂനായി. കച്ചിയറുത്തു കലപ്പ പിടിച്ചു കരിപ്പാടങ്ങളിൽ എരുതിൻ വാലിൽ തൂങ്ങി നടക്കും വയാടികളുടെ കൊച്ചുകുരുന്നുകൾ ആഞ്ഞിലി മൂട്ടിൽ മണ്ണപ്പം ചുട്ടാറ്റിലെ നീരിൽ മൂത്രമൊഴിച്ചു വിളർത്തു മെലിഞ്ഞു വിശപ്പിൻ നെഞ്ചത്താഞ്ഞു തൊഴിച്ചു കറുത്തു വളർന്നു വരുന്നത് കണ്ടു നടന്നു ഞാൻ. നാടിൻ നന്മ കുടിച്ചു മരിച്ച കുളത്തിൽ ഭഗവതി മാത്രം പാതിര നോക്കി നീരാട്ടാടി പായലുമൂടി പാഴ്ചെടി മൂടി പാലക്കൊമ്പിൻ നിഴലുകൾ മാത്രം വീണു വിറച്ചു പരുങ്ങും കാഴ്ചകൾ കണ്ടു നടന്നു ഞാൻ.
സക്കറിയ ഉരുളിക്കുന്നത്തിന്റെ ലുത്തീനിയ എന്ന ലേഖനത്തിലൂടെ ഉരുളിക്കുന്നം എന്ന ഉൾനാടൻ ഗ്രാമം തന്നെ എങ്ങനെ രൂപപ്പെടുത്തിയെന്ന് വിവരിക്കുന്നു. ഋതം എന്ന ഈ പരിപാടിയുടെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ധാരണകൾക്ക് കൂടുതൽ തെളിച്ചം കൈവരിക്കാൻ ഇന്ന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അഡാപ്റ്റേഷൻ എന്ന മേഖലയിൽ ഇനിയും ധാരാളം കണ്ടെത്തലുകൾ ആവശ്യമാണ്. എന്നാലും എന്റെ ഈ അന്വേഷണത്തിൽ എന്നോടൊപ്പം ആത്മാർത്ഥമായി സഹകരിച്ച എല്ലാ സഹകരണങ്ങളും തന്ന ഓരോരുത്തർക്കും എന്റെ സ്നേഹത്തിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.